കാണുന്ന വണ്ടികളൊക്കെ ഇവിടെ 2 വണ്ടിയാണ്. 2 വണ്ടി എടുത്ത് മാറ്റിയാണ് 2 വണ്ടിയാണ്. അതൊക്കെ നിർത്തുന്നത് ശ്രദ്ധിച്ച് നിർത്തിയെങ്കിലേ ഹാൻഡിലൊക്കെ ചെയ്യണ്ട. അത് നിർത്തുന്നത് പൊട്ടന്മാരാണ്, മനസ്സിലാക്കിക്കോളെ. ഇതൊക്കെ മനസ്സിലാക്കാലോ. ഇത് കഷ്ടമാണ് ഗായ്സ്. നമ്മളെ സമൂഹത്തിൽ ജനങ്ങളെ സ്വഭാവം. കിട്ടുന്ന ഗ്യാപ്പിൽ പാർക്ക് ചെയ്ത് പോവുകയാണ്. പാർക്ക് ചെയ്യുമ്പോൾ വേറെ ടീമൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടാകുമോ, ആ വണ്ടി എടുക്കാൻ പറ്റുമോ, അങ്ങനെയൊന്നും ശ്രദ്ധിക്കാണ്ട് ഓരോരോ സുഖം നോക്കിയിട്ട് ഒരു വണ്ടി പാർക്ക് ചെയ്ത് പോവുകയാണ്. ഇതിൽ ബാക്കിയിലാണല്ലേ കുടുങ്ങണത്. അടിച്ചൊക്കെ ഞാൻ എൻ്റെ കാറാണെങ്കിൽ ആ കാറിൻ്റെ ഫ്രണ്ടിൽ ബൈക്ക് നിർത്തുകയാണെങ്കിൽ പോട്ടെ നമുക്ക് വെക്കാം. ഞാനൊരു ആംബുലൻസ്, ഈ ആംബുലൻസ് ഇവിടെ നിർത്തി പോയ വണ്ടിയാണ്. ഈ വണ്ടി നിർത്തി പോയിട്ട് ഈ വണ്ടിൻ്റെ ഫ്രണ്ടിൽ ഫുള്ളും ബൈക്ക്, ആ അറ്റം വരെ ബൈക്കാണ്, അറ്റം വരെ. ഞാൻ ഈ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏതെങ്കിലും വണ്ടി എടുക്കും. ഞാൻ ഈ നിർത്തി പോണത് എന്താ കേൾക്കണം. എന്നാൽ ഈ ആംബുലൻസ് പോകാനൊരു ഗ്യാപ്പ് ഒഴിവാക്കിയിട്ട് വണ്ടി പാർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക്. ഇതൊരു ജീപ്പൊന്നല്ലത്, ഇതൊരു ആംബുലൻസാണ്, കാറും ബൈക്കൊന്നുമല്ല, ഇതൊരു ആംബുലൻസാണിത്. ഇത് കണ്ടവർക്ക് അറിയില്ലേ ഈ വണ്ടി പോകാൻ വണ്ടി അറിയില്ലേ? എന്ത് വലിയ പൊട്ടന്മാരെ ഈ വണ്ടി ഓടിക്കണൊക്കെ, ഈ ബൈക്ക് ഓടിച്ച് കൊണ്ടുപോയിക്കണതൊക്കെ. ഞാൻ കാണിച്ചതാ 2 വണ്ടി എടുത്ത് മാറ്റി ചെയ്തതാണ്. ഞാൻ ഈ വണ്ടി എടുക്കാൻ വേണ്ടി എനിക്ക് വേറെ നിവർത്തില്ല. ഓരെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ എടുത്ത് മാറ്റി. കാര്യം വണ്ടി ഹാൻഡിൽ ലോക്ക് അല്ല, നമുക്ക് എടുത്ത് മാറ്റാൻ ഉള്ളൂ. പക്ഷേ അറിയോ, ചെയ്യാൻ പാടില്ല. ഞാൻ ഒരു വരുന്നത് വെയിറ്റ് ചെയ്തു, കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഒരു വന്നു ഇപ്പുറത്തെ വണ്ടി നിർത്തിയോണ്ടല്ലേ അവിടെ നിർത്തിയെന്ന്. ഒരാൾ അങ്ങനെ ചെയ്തിട്ട് ചെയ്യാൻ പാടും, അങ്ങനെ ചെയ്യാൻ പാടുമോ? നിങ്ങൾ ഈ വണ്ടി പോലെ ഗ്യാപ്പ് നിങ്ങളാക്കി തരണ്ടേ? നിങ്ങളുടെ പൊട്ടന്മാരാണോ ഇതൊക്കെ? പുള്ളി കാണാൻ പുള്ളി തലാട്ടി പുള്ളി കണ്ടെത്തി പുള്ളി പോയി. ഇതൊക്കെ പറഞ്ഞത് എന്ത് വലിയ പൊട്ടന്മാരെ സമൂഹത്ത് വണ്ടി ഓടിക്കുന്ന ടീമുകളൊക്കെ. നല്ല ടീമുകളെ നാശാക്കുന്നത് ഇവർ തന്നെയാണ്, വേറെ ആരുമില്ല. ഈ നല്ല ടീമുകൾ വണ്ടി ഓടിക്കുന്ന ടീമുകളെ നാശാക്കുന്നത് ഇവർ തന്നെയാണ്. കാര്യം എന്ത് ടീമുകളെ ആലോചിക്കാൻ നിർത്തിയാണ്. ഭയങ്കര വിഷമമുണ്ട് പറയാന്, വേറൊന്നല്ല. ഞാനും ബൈക്ക് ഓടിക്കണം, ഞാൻ കാർ ഓടിക്കുന്ന ടീമാണ് ഞാൻ. പക്ഷെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോഴല്ലേ ഒരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത ലെവലിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാം. എന്തെങ്കിലും ബൈക്കും കാറൊക്കെ ഉണ്ട്, നമ്മളും റോട്ടിക്ക് വണ്ടി ഇറക്കണമൊക്കെ ഉണ്ട്. ഇതൊക്കെ അതേമാതിരി ഈ വണ്ടീമേ ഒരു പേഷ്യനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ വണ്ടിൻ്റെ ബാക്കിലോ ഈ വണ്ടിയില്ല പല വണ്ടി ആംബുലൻസിൻ്റെ ബാക്കിലും ഒരുപാട് വണ്ടി ചീറി പറഞ്ഞ് പോക്കുണ്ട്. പിന്നെ എൻ്റെ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഫ്രണ്ട് വീഡിയോസ് ഇട്ടു. ഓനെന്തോ അർജൻറ്റ് കേസിന് പേഷ്യൻ്റായി പോവായിരുന്നു. അതിൻ്റെ ബാക്കിൽ പോയിട്ട് വേറെ വണ്ടി ഇടിച്ചു വന്നു. നിങ്ങൾ ആലോചിക്കുന്നത് ഈ ആംബുലൻസിൻ്റെയൊക്കെ ബാക്കിൽ ഏതെങ്കിലും പൊട്ടന്മാർ വരുമോ? ഞങ്ങൾക്ക് ഏത് സ്പോട്ടിലെ ബ്രേക്ക് പിടിക്കാൻ നമുക്ക് അറിയില്ല. സത്യം പറയാം, ഞങ്ങൾക്ക് അറിയില്ല ഏത് സ്പോട്ടിൽ ബ്രേക്ക് പിടിക്കേണ്ടത്. ഞങ്ങൾക്ക് എന്തെങ്കിലും ബ്ലോക്ക് കിട്ടിയാൽ ആ സ്പോട്ട് ബ്രേക്ക് ഔട്ടും. നമ്മളൊക്കെ വണ്ടി ഏത് ടൈമിൽ ബ്രേക്ക് പിടിച്ചാൽ അവിടെ നിൽക്കും വണ്ടി. അതേമാതിരി നിങ്ങളെ വണ്ടിയൊക്കെ ഇതിന് ബാക്കിൽ കുത്തി വരും ഓരോ ബൈക്കുകളും കാറുകളൊക്കെ. നമ്മളെ ഈ വണ്ടിയിൽ പല വണ്ടിയിലെ ബാക്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ബാക്കിൽ വണ്ടി ഇടിച്ചിട്ട് നമ്പർ പൊട്ടി. അതേമാതിരി നമ്മൾ ഇറങ്ങുന്ന കമ്പി വളഞ്ഞു, അപ്പം എന്താ ബൈക്ക് കാറൊന്ന് ഇടിക്കുകയാണ് ബാക്കിൽ. ഞാനൊന്ന് ചെയ്യാനാളിയാണ്. നമുക്കൊരുപാട് വണ്ടികളുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഓടുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായതുകൊണ്ട് പറയാം നമ്മോട് ഇങ്ങനെ സംഭവമൊക്കെ ഉണ്ടെന്ന്. ഞാൻ കാര്യം പറയും, സത്യം പറയാൻ കുറച്ച് അന്തണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിലോ അതേമാതിരി ഈ വണ്ടി നിർത്തിയതിൻ്റെ ഫ്രണ്ടിൽ വേറെ വണ്ടി പാർക്ക് ചെയ്യാൻ നിൽക്കുക. കുറച്ച് അന്തണ്ടെങ്കിൽ മനസ്സിലാക്കുക, വേറെ ഒന്നല്ല. എനിക്ക് നിങ്ങളോട് ആളോട് ദേഷ്യം കോപമൊന്നുമില്ല. കുറച്ച് അന്തണ്ടെങ്കിൽ മനസ്സിലാക്കുക. ഇത്രയുള്ളൂ ഗൈസ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് വിഷമമൊന്നുമില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. ചെയ്യാൻ പാടില്ല, മോശമാണത്.